എടാ രായപ്പാ, നീ ആ തുമ്പ എടുക്കണ്ട, ഈ തുമ്പ എടുത്താൽ മതി. ആ തുമ്പയുടെ പിടി പോയി കിടക്കണ, നീ മറ്റേ എടുക്ക. ഉച്ചയ്ക്ക് മുമ്പേ പണി തീർത്തേക്കണം, എനിക്ക് പോകാനുള്ള ഉച്ച കഴിഞ്ഞിട്ട്. ഇന്ന് ടീച്ചേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ മണിക്കൂർ ബീഡി വലിക്കാനും ചായ കുടിക്കാനൊക്കെ പോകണമൊക്കെ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഞാൻ ബംഗാളിക്ക് പണി കൊടുക്കും. ചെയ്തു തരാം ടീച്ചറെ. പക്ഷെ ടീച്ചറെ, ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് ചോദിക്കുക. ടീച്ചർ എന്നെയും പഠിപ്പിച്ചതല്ലേ, പക്ഷെ ഞാൻ മാത്രം എന്നാ ടീച്ചർ ഇങ്ങനെ ആയത്? ആ സുജിത്തും അജിത്തും ഒക്കെ വലിയ ആൾക്കാരായി, ഞാൻ മാത്രം ഇങ്ങനെ തൂമ്പയും ചട്ടിയൊക്കെ ആയിട്ട്. അതിനെന്താടാ, ഈ പണിക്ക് എന്താ കുഴപ്പം? എന്നാലും എടാ രാജപ്പ, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് പക്ഷികൾ തിരിച്ചു കൂട്ടിലേക്ക് പോകുമ്പോ ആ സൂര്യരശ്മി അവറ്റകളുടെ ചിറകിൽ തട്ടി ആ ചിറക് തിളങ്ങുന്നത് നീ കണ്ടിട്ടുണ്ടോ? ആ, ഭയങ്കര രസം അത് കാണാൻ. വലിയ വെള്ളച്ചാട്ടങ്ങളിൽ വെള്ളം കുത്തി ഒഴുകുന്ന സമയത്ത് അവിടെ കിടക്കുന്ന കല്ലുകളൊന്നും അനങ്ങുന്നില്ല, അത് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ, ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ, ഇനി മാനത്ത് രാത്രിയിൽ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുമ്പോ താഴത്ത് കുളത്തിൽ അതിന്റെ പ്രതിബിംബം കാണുമ്പോഴുള്ള ഭംഗി നീ കണ്ടിട്ടുണ്ടോ? ആ, അതും കണ്ടിട്ടുണ്ട്. ആ, നീ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ നോക്കിക്കൊണ്ട് നടന്നു, ബാക്കിയുള്ളവരൊക്കെ പുസ്തകം എടുത്ത് പഠിച്ചു, അതുകൊണ്ട് അവരൊക്കെ നന്നായി, നീ ഇങ്ങനെയായി. നോക്കിക്കണ്ടുപോയി കിടക്കണ.